ഇവിടെ കൊള്ളാം, നല്ല ഒതുക്കമുള്ള സ്ഥലം. ഇവിടെ എന്ത് നടന്നാലും ഒറ്റ മനുഷ്യനറിയില്ല, ശിവനും അറിയില്ല. ഉഷേ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ ഇത്? ഞാൻ ആ മാർക്കറ്റ് കാളക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആവശ്യമില്ലാത്ത പേരാ. നമ്മൾ വലിയ രണ്ട് പിള്ളേരുള്ള തന്തേ ആവശ്യമില്ലാത്ത പേരാണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ വച്ചേക്കണെന്ന് പറ. നമ്മുടെ മോൾക്ക് അവളെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കൻ കൊടുത്ത പ്രേമലേഖനം ഇല്ലേ, അതെവിടെ വച്ചേക്കണെന്ന് പറ. അതായിരുന്നോ? അതെന്റെ മണിക്കുത്തിന് ആ സമയത്ത് എടുത്താ പോരെ. ചുമ്മാ മനുഷ്യനെ ആദ്യം കയറ്റാനായിട്ട് അത് നശിപ്പിച്ച് കളയരുത്. അതെ, അത് തെളിവാ. അറിയാമല്ലോ, എന്റെ ആങ്ങള ബിരു അവന്റെ മോന് വേണ്ടി കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന പെണ്ണ അവള്. അതെ അതെ, ഏത് പൊട്ട സമയത്ത് തോന്നിയെന്തോ അവൾക്ക് കൂടെ പഠിക്കുന്ന പയ്യനെ പ്രേമിക്കാൻ. ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരാണ്, പല പൊട്ട ബുദ്ധിയും തോന്നും. അതൊക്കെ അങ്ങ് വിട്ടേക്കണം. അല്ലെ തന്തള്ള അതിന്റെ പുറകെ ചോദിക്കാൻ ഇറങ്ങുമല്ല വേണ്ടത്. മനസ്സിലായോ? വലുതാകുമ്പോ അങ്ങനെ ഒരു പിള്ളേരെ പ്രേമിക്കുന്നത് അത് കൊള്ളാം. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. പഠിക്കുന്ന സമയത്ത് നീ പ്രേമിച്ചിട്ടുണ്ടല്ലേ? അയ്യടെ, അങ്ങനെ ഒരുത്തനും കയ്യും കാലും കാണിക്കുന്നിടത്ത് ഞാൻ ചെന്ന് നിന്ന് കൊടുത്തിട്ടില്ല. നീയോ? ഞാൻ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവനാ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്. ടെറസേ കയറിയിട്ട് അയ്യാരിങ്ങനെ തുണി പിടിച്ച് ഇങ്ങനെ ഇട്ടതാ. നിന്നെ കയ്യാട്ടി വിളിക്കുമെന്നും പറഞ്ഞ് 6 അടി പൊക്കോളം മതിൽ ചാടി അന്നെന്റെ കൂടെ വന്നവളാണ്. അങ്ങനെ സംസാരിക്കരുത്. എന്റെ ആങ്ങളുടെ മോനുമായിട്ട് കല്യാണം വെച്ച് വെച്ചേക്കുന്ന പെണ്ണ, ഇതറിയാമോ? അതൊന്നും കുഴപ്പമില്ല. ചെറുക്കം വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. വേറെ കേസ് ഞാൻ പറയട്ടെ. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞു നമുക്ക് ഈ കേസ് വിടാന്ന്. രണ്ടാമത്തത് കൊച്ചു പയ്യന്മാരാ. ചെന്ന് ചോദിച്ചാൽ അവന്മാർക്ക് വെക്കും വെളുവാനോ ഇല്ല. അവന്മാര് വെച്ച് പെരിക്കേച്ച് അവന്മാരുടെ പാട്ടിനങ്ങ് പോകും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിനക്ക് നിന്റെ മാപ്പിള ഇല്ലാതാവും, അത്രേ ഉള്ളൂ. പേടിത്തൊണ്ടോ? ആരടി പേടിത്തൊണ്ടേ? എന്റെ പുരുഷത്വത്തെ ചോദിച്ചോണ്ടല്ലോ. പിന്നെ എടി, ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട്. എന്തോന്നറിയാവൂടി? അതല്ല, അഭിമാനം. ആ അഭിമാനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിത് ചോദ്യം ചെയ്തിരിക്കും. അവൻ പയ്യൻ പറഞ്ഞ ഒന്നും പറയണ്ട. നിങ്ങൾ അവൻ വരുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങി ചോദിച്ചിരിക്കണം. വേറെ കേസുണ്ട്. ഈ പയ്യനെ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എനിക്കറിയാലോ. എങ്ങനെ അറിയാം? അവളുടെ മൊബൈലിൽ ഇവന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടാ? ആ ഫോട്ടോ ഞങ്ങളുടെ. അപ്പൊ പയ്യൻ വരുമ്പോ എനിക്കറിയാം. അറിയാലോ? എനിക്കറിയാം. ഒരു ബൈക്ക് വരുന്നുണ്ടേ. അവനാണോ? അങ്ങനെ ഞാൻ അപ്പുറം വരെ ഉള്ളൂ. മാത്രമല്ല എനിക്ക് ഹെൽമെറ്റും ഇല്ല. എടി, അവൻ അപ്പുറത്ത് വരെ ഉള്ളു. ഹെൽമെറ്റും ഇല്ല. പോലീസ് പിടിച്ചാ പിന്നെ അതുമായി. നിങ്ങൾ ലിഫ്റ്റ് ചോദിക്കാൻ വന്നതാണ്. നമ്മുടെ മോളുടെ കാര്യം ചോദിക്കാൻ വന്നല്ലേ. അങ്ങോട്ട് പോയി ചോദ്യം. അങ്ങോട്ട് നീയാണല്ലേടാ എന്റെ ഉണ്ണിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണം ആളും. നീയാണല്ലേടാ എന്റെ മോള് മാളുവിന് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണം ഉണ്ണി. എന്നാ നിർത്തിക്കോണം. ഇറങ്ങടാ വണ്ടിയെന്ന്. എന്താ കൂട്ടർ കാലല്ല വെച്ചിരിക്കണം. സ്റ്റാൻഡ് കാലല്ല വെച്ചിരിക്കണം. മാറ്റി വല്ലതും പറ്റിയാങ്കളോ കാലിന്? കാളഭാസ്കരന്റെ കാലിന് വല്ലതും പറ്റാനോ? ഓടാ. എന്റെ മോളുടെ പിറകെയുള്ള കറക്കമുണ്ടല്ലോ, അത് നിർത്തിയാ നിനക്ക് കൊല്ലം. നിർത്തിയില്ലെങ്കിൽ കോട്ടയം വാങ്ങോ? കറക്കത്തിന് പറയുന്നത് കേട്ടോ. അതല്ല, മോടെ പുറകെയുള്ള കറക്കം നീ നിർത്തിക്കോണം. ഇനി പെമ്പത്തിന്റെ പുറകെ കിടന്ന് കറങ്ങിയാൽ വെട്ടി കണ്ടിച്ച് പീസാക്കി അടുപ്പ വെച്ച് കത്തിക്കും ഞാൻ. ഇത് 1.5 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുമെന്ന് പറഞ്ഞ കാളഭാസ്കരൻ കൊന്നിരിക്കും. ഈ പറയുന്നതേ മാളുവിന്റെ അച്ഛനാ. അയ്യോ, മാളുവിന്റെ അച്ഛനായിരുന്നോ? കണ്ടാ മാളുവിന്റെ ആങ്ങളയാണെന്ന് പറയത്തുള്ളൂ. പയ്യൻ പറഞ്ഞു കേട്ടോ, നമ്മളെ മോള് മാളുവിന്റെ ആങ്ങളയായിട്ട് എന്നെ തോന്നത്തുള്ളൂ. അപ്പൊ ഈ കണക്കിന് ഞാൻ മുടിയും മീശൻ ഡൈ ചെയ്ത് ഒരു പാന്റ് ഷർട്ടോട്ട് വന്നെങ്കിലാ. നിങ്ങളൊരു തന്തയാണ്. അങ്ങോട്ട് പോയി ചോദിക്കും. ഞാൻ ചോദിക്കും. ഞാൻ മര്യാദയ്ക്ക് അവളെ പുറകെയുള്ള കറക്കം നിർത്തിക്കണം കേട്ടോ. ഇങ്ങനെ പറയില്ല. നിനക്ക് എന്തുവാണ് പ്രേമം? എന്തുവാണ് നിനക്ക്? നീയും അവളും പഠിക്കുന്ന കാലഘട്ടമാണ്. ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ പ്രേമം മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞു കിടന്നാൽ ഭാവി എന്താകും? വലുതാകുമ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പറ്റുമോ? ഇല്ല. അവസാനം വലുതാകുമ്പോൾ ഒരു ജോലിയും കിട്ടാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടാതെ ഒരു മണ്ട ശിരോമണിയായിട്ട് വല്ല കാളച്ചന്തയിൽ കാളക്കച്ചവടം നടത്തേണ്ടി വരും. അങ്ങനെ എന്താ പണി? എനിക്ക് കാളക്കച്ചവടം. അത് നീ വിടെ കേട്ടോ. നിനക്കൊരു കാര്യം അറിയോ? ഞാനൊരു രോഗി, അറിയാമോ? എന്ത് രോഗം? സംശയരോഗം. തൊട്ടേലും പിടിച്ചാലും ഇവക്ക് സംശയമാണ് തന്നെ. സത്യമായിട്ടും. അതായത് ഞങ്ങളുടെ അയലത്തെ വീട്ടിലെ ഒരു പെടക്കോഴി ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ പെടക്കോഴി എന്നെ വെച്ച് വിളി സംശയിക്കും. അത്ര സംശയമുള്ള പെങ്കൊച്ചാവുള്ളൂ. അതുകൊണ്ടാണ് മോനെ നീ എങ്ങനെയെങ്കിലും അത് ആ പെങ്കൊച്ചോട്ടുള്ള ഇതൊന്നും ഒഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് തന്നെയല്ല, ഇവക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് മോനെ. എന്ത്? പറഞ്ഞു കുറേ അങ്ങോട്ട് കൊച്ചിന്റെ കേസ്. അതെ,
മോനെ ഈ ബന്ധം ഒഴിയണം. നിനക്ക് പറ്റിയ പെണ്ണല്ല ഇവള്. എന്താ കാര്യം എന്തെന്ന് പറ. ഇവക്ക് നല്ല ശീലങ്ങളൊന്നുമില്ല. നേരം വെളുക്കുന്നവരെ ഇവള് കിടന്ന് ഉറങ്ങും. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലോ അവളോട് ഒരു കൂർക്കം മതി. ചെവി തന്നെ കേൾക്കാൻ പറ്റത്തില്ല. അറിയാതെ അത് മാത്രമല്ലെന്ന്, ഇവള് സിഗരറ്റ് വലിക്കും. എന്റെ മോളായിട്ട് ഞാൻ പറയാൻ പറ്റും. പക്ഷെ ഇവള് സിഗരറ്റ് വലിക്കും. ഒരു ദിവസം ബാത്റൂമിനകം നേർച്ച പോവാ. ഞാൻ വിചാരിച്ച പുല്ലെല്ലാം കൂടെ നിന്ന് കത്തുന്നു. പിന്നെ അത് തന്നെയല്ല, നിന്റെ ഭാവി ഓർത്താ കൊച്ചാ ഞാൻ പറയുന്നത്. എവള് വേറൊരു ചുറ്റിക്കളി ഒരു കമ്പനി ഉണ്ട് ഇവക്ക്. ഞാൻ ഷാനവാസ് തിയേറ്ററിൽ വെച്ച് രണ്ടിനൂടെ കയ്യോടെ ഞാൻ പിടിച്ചാ. ഞാൻ സത്യമായിട്ട് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ മോന് വേണോ? മോനൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ മോന് വേണോ? മോന് വേറെ ഭാവി കിട്ടും. അതാ ഞാൻ പറഞ്ഞേ. ഞാനപ്പം മറക്കണോ? പിന്നല്ലാതെ ഞാൻ പറക്ക്. നീ അത് പറയണം അവളോട്. നീ അവൾ പറയണം അവളോട്. ഞാൻ അവളോട് പറയണം. ശരി, ഞാൻ മറക്കാം. ഞാൻ അവളോട് പറയണം. പക്ഷെ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല കൊണ്ട് ഭിത്തിയിലിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അവക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? നിന്റെ വളർത്ത ദോഷം അതല്ലേടി. പൊന്നെ പോലെ വളർത്തിയ ഒരു പെങ്കൊച്ചാണടിയത്. അവൻ പറഞ്ഞാട്ടാ ദേഷ്യം വന്ന അവള് തല ഭിത്തിയെ കൊണ്ടിട്ടിരിക്കുമത്. കൊച്ചിലെ പോലെ അങ്ങനെ വളർത്തിയ കൊച്ചാടിയത് തല ഭിത്തിയെ കൊണ്ടിട്ടിരിക്കുമത്രേ. ഇതാരെ കണ്ട് പഠിച്ചെന്നറിഞ്ഞില്ലല്ലോ ഭഗവാനെ. നിങ്ങൾ 5 പേരിൽ ആരാ ഈ മാളുമായിട്ട് പ്രശ്നമുള്ള? 5 പേരിൽ എന്നോടല്ല, അങ്ങോട്ട് പോയി ചോദിക്ക്. ഉണ്ണിയപ്പം അല്ല അവിടെ തലയിട്ടിടിച്ചപ്പോ മുടച്ചു വന്നത്. ഇച്ചിരി പച്ചവെള്ളം തൂക്കുമ്പോൾ പോകും. അല്ല, ഉണ്ണിയപ്പം മറക്കണോ? പിന്നെ ഉണ്ണിയപ്പം മറച്ചിടണം. അല്ലെ ഒരു സൈഡ് വേഗത്തോട് 2 സൈഡ് വേഗം. എങ്ങനെ? അതല്ല, ഉണ്ണിയപ്പം അവളെ മറക്കണോന്ന്. മറക്കുന്നതാണ് മോന് നല്ലത്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രേമം തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം മരിക്കാൻ കണക്കി ഒരു കുപ്പി വിഷോട്ട് നടക്കുവോ എന്റെ ഭർത്താവ്, അറിയാമോ? ഏത് സമയവും മരിക്കാൻ വേണ്ടി ഒരു കുപ്പി വിഷവും കാണിച്ചുകൊടു. ലോലിപോപ്പ് ഇളയ ചെറുക്കനെ നിക്കർ മാറിയിട്ടോണ്ട് വന്നേ. ഞാൻ മറക്കാം. അല്ല മറക്കണം. ഒരു നിക്കർ മാറിയിട്ടൊക്കെ എന്തോ ഇരിക്കുന്ന ഇത്ര ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ മറന്നേരത്. അതല്ല, ഞാൻ മാളൂനെ മറക്കാന്ന് പറയായിരുന്നു. മറക്കണം, അതാണ് മോന് നല്ലത്. നിന്റെ ഭാവി ഓർത്താ ഞാൻ പറയുന്നത്. നീ അവിടെ നിന്ന് ധൈര്യമായിട്ട് അടിച്ച് നീ അത് വിട്ടേരും മോനെ. അതാണ് നല്ലത് കേട്ടോ. ഞാൻ പൊക്കോട്ടെ. നമ്മക്ക് നല്ല അതാണ്. പിന്നെ സംഭവം കയറി ഏറ്റാ. എന്റെ ബുദ്ധി എന്തോ ബുദ്ധി? പെങ്കൊച്ചിനൊരു ഭാവിയുള്ളതാണ്. പിന്നെ അവനെ പറഞ്ഞു ഒതുക്കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവര് പിള്ളേർ വിട്ടേനെ കേസ്. നമ്മളിത് പറയേണ്ട കാര്യമില്ല. എന്നാലും അവര് കാര്യം പറഞ്ഞു മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ഇത് എന്റെ അനിയൻ ബിനുവിനെ വിളിച്ച് പറയണ്ടേ? അവനെ വിളിച്ച് പറയാം. അവൻ ടെൻഷൻ അടിച്ചിരിക്കാണ്. വേറൊരു പയ്യന് അതെ കളിയച്ചാരല്ലെങ്കിലേ പിന്നെ കൊച്ചിനെ ആലോചിച്ച ചൊക്കള ബിനുവേ. എടാ ചെറുക്കനെ കണ്ട് ഞങ്ങൾ വിരട്ടി കാര്യം സഹായിച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ആ മാളൂട്ടിന്റെ പുറകിൽ അവൾ നടക്കത്തില്ല. അവൻ നിന്റെ ചെറുക്കന് തന്നെ മാളു നമ്മൾ പറഞ്ഞു വെച്ച പോലെ കേട്ടോ. ഓക്കെ. അവൻ പെയിന്റ് അടിക്ക് പോയി കാറ്റുണ്ടാക്കാൻ പറ ചെറുക്കൻ. ഓക്കെ എല്ലാം ഇനി വേറെ വിഷയം. നമ്മുടെ ബുദ്ധി ഏറ്റു. സമാധാനമായി. എന്തോ പറ്റിയ? ഞാൻ എന്തൊക്കെയോ എന്റെ തലയ്ക്ക് ഭ്രാന്തായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ മറന്നുപോയി. വണ്ടി എടുക്കാൻ മറന്നു. വിഷമിക്കണ്ട, നിനക്ക് വിഷമം കാണും കേട്ടോ. അവളെ വിട്ടേരാ. അതാ നിന്റെ ഭാവിക്ക് വേണ്ടിട്ട് ഞാൻ പറയാം. ശരി ഞങ്ങൾ മോനെടാ, അവിടെ ഒരു കാര്യം ചോദിക്കും. നീ എവിടുത്തെയാ? ഞാൻ നടേശ മുതലാളി കേട്ടിട്ടുണ്ടോ? കൊള്ളാം. നടേശൻ മുതലാളി നീ കേട്ടിട്ടുണ്ടോ? ഞാൻ എത്ര നമ്മളെ കേട്ടു. അതെ. നടേശൻ മുതലാളിയുടെ വീടിന്റെ അവിടെ. വീടിന്റെ അവിടെ അല്ല, നടേശ മുതലാളി എന്റെ പപ്പയാ. ടൗണില് 5 സ്വർണ്ണക്കട. അതെ. പെട്രോൾ പമ്പ് ഉണ്ടല്ലോ. പെട്രോൾ പമ്പ് 4 ഉണ്ട്. സൂപ്പർ മാർക്കറ്റാ ചേട്ടാ. അതുണ്ട്. അവിടുത്തെയാ? അവിടുത്തെ ഒറ്റ മോനാ ഞാൻ. ഒരു മോനേ ഉള്ളൂ. അതല്ലേ? അതെ. പൊയ്ക്കോട്ടെ അങ്കിള്. പോലെ ഉഷേ, നിനക്കിന്ന് ഓണം. ഈ വീട്ടിലോട് വാങ്ങി ഇടിക്ക് കീറി. നിന്റെ ആങ്ങളെ ആ ചോക്ലേറ്റിന്റെ പെയിന്റ് അടിക്കാൻ പോണ 10ാം ക്ലാസ്സിൽ തോറ്റവനെ കെട്ടിച്ചെടുക്കാൻ നിൽക്കില്ല. കൈവിട്ട് പോയാൽ ഇപ്പൊ ഏത് മുതലാ നിൽക്കുന്ന ഓർത്തടി. ഓണമാ നിനക്ക് ഓണം. മോനെ, അങ്കിളിപ്പോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാലേ, ഇപ്പോ മാളു നീയോട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ മാളുവിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും എന്നാണ് അങ്കിളിന്റെ ഒരു ഇത് മോന്റെ അഭിപ്രായം. വേണ്ടങ്ങളെ, അതിനി ശരിയാവില്ലങ്ങളെ. കുഴപ്പമില്ലെന്ന് വെറുതെ പറയുന്നത്. അത് ശരിയാവും. അവള് ശരിയാകും. അല്ല, ഇങ്ങനെ കൂർക്കം വലിക്കുന്ന ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ആര് കൂർക്കം വലിക്കണം നീ പറയുന്നത്? അവളല്ലേ പറഞ്ഞേ? ഞാനല്ലേ ഈ വലിച്ചു തള്ളുന്ന മൊത്തം കൂർക്കം. പിന്നെ 2 അടിച്ചിട്ട് വരും രാത്രി ഇങ്ങനെ കടന്ന്. ഞാനല്ലേ വലിക്കുന്നത്. ഞാനാ കൂർക്കം വലിക്കുന്നത്. അവള് കിടന്നിട്ടുണ്ടോന്ന് പോലും നമ്മൾ അറിയാൻ പറ്റില്ല. ശരിയാ. അതുമല്ല, സിഗരറ്റ് വലിക്കുന്ന ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ഞാനല്ലേ ഈ സിഗരറ്റ് മൊത്തം വലിച്ചു തള്ളുന്നത്. ഞാനല്ലേ പിന്നെ
ഞാൻ മൂക്കിൽ കൂടെ പോകടുമല്ലോ അതൊക്കെ ഞാൻ മേല അപ്പഴാ അങ്കിള് വലിക്കുവോ? ഞാൻ വലിക്കും. അത് തന്നെ. സിഗരറ്റ് വലിക്കുന്ന കുടുംബത്തിലോട്ടൊന്നും ഞാനില്ല. നിർത്തിച്ചല്ല ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എവളുമായിട്ട് ഡിയക്ഷൻ സെന്റർ കൊണ്ടിട്ട് 5 മാസമായിട്ട് ഇപ്പൊ വലിയില്ലല്ല. ഇപ്പൊ ആരെങ്കിലും വലിക്കുന്ന കണ്ടാൽ ആ പണിയില്ല. അതാ ഞാൻ പറഞ്ഞ. അത് വേണ്ട. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല അത് വേണ്ട, അത് ശരിയാവത്തില്ല. അതുകൊണ്ടാ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സിനിമാ തിയേറ്ററിൽ കിടന്ന് കളിക്കുക അല്ലേ? എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ സിനിമാ തിയേറ്ററില്ലേ, അവിടെ അവള് വന്നതാ നിന്നെ കാണാൻ. ഞാൻ പറഞ്ഞിട്ടാ. വേണ്ട. എന്റെ അനിയൻ ചെറുക്കനെ പറഞ്ഞു വിട്ടാൻ അങ്ങോട്ട് അവനല്ല മറ്റവനല്ല ഇല്ലെന്ന് അല്ലേ? അങ്ങനെ സിനിമയ്ക്ക് പോയ ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ഇനി സിനിമയ്ക്ക് നിന്റെ കൂടെ അല്ല വരുന്നത്. പിന്നെ എന്നാ പ്രശ്നം? ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. അളിയച്ചാരോട് ഇത് പറഞ്ഞോ? അളിയച്ചാരോ? നിന്റെ പപ്പ നടേശൻ മോലാലോട് ഇത് പറഞ്ഞാന്നായി ചോദിക്കുന്നത്. ഞങ്ങൾ അളിയന്മാരല്ലേ ഇനിയിപ്പോ? അത് ഞാൻ പറഞ്ഞായിരുന്നോ പപ്പ എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു എന്റെ ഒറ്റ മോനല്ലേ, അതുകൊണ്ട് നിന്റെ ഇഷ്ടമാണ് പപ്പയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഓ ശരി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മാളുവിന്റെ വീട്ടിലോട്ട് പെണ്ണി ചോദിക്കാൻ വേണ്ടിട്ട് വരാനിരിക്കായിരുന്നു. ആയിരുന്നോ? ആ. പക്ഷേ നിനക്കുന്ന ഓണോ വീട്ടോട്ട് വാങ്ങി അങ്കിളിന് വേറൊരു കാര്യം അറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുണ്ടല്ലോ, ടൗണിലെ ഒരു ജ്വല്ലറി അങ്കിളിനെ ഏൽപ്പിക്കാനിരുന്ന. നീ കളഞ്ഞാലോ ഇപ്പം ആ ചോക്ലേറ്റിനും എന്റെ പെയിന്റ് അടിക്കാൻ അങ്കിളെ പപ്പ ഉണ്ടല്ലോ നല്ലൊരു മനസ്സിന് ഉടമയാണ് പപ്പ. പപ്പ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മോനെ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാളുവിന്റെ റിലേറ്റീവ്സ് ആരും നമ്മുടെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിച്ചാലും അവരുടെ ഒന്നും പൈസ വാങ്ങിക്കണ്ടെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ തമ്മയിച്ചില്ലായിരുന്നെങ്കിലേ കാളമൂത്രം കൊടുത്ത് പെട്രോൾ ടാങ്കിനെ ഒടിച്ചിട്ട് പുല്ലന്മാരെ ഓടിക്കൊണ്ട് നടന്നേനെ. ഇപ്പൊ ഞാൻ ഇടപെട്ടോണ്ടാ നടന്നു കേട്ടോ. നീ വേറെ പ്രശ്നമില്ല മോനെ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഞാൻ വേറെ ചിപ്പിച്ചുണ്ട്. അല്ല വേണ്ട, അത് ശരിയാവത്തില്ല. ഇനിയിപ്പോ എന്റെ മനസ്സിൽ ഈ ഒച്ച വിഷയമില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. അല്ല ഞാനൊന്നും ചോദിച്ചോട്ടെ, നിങ്ങൾക്കെല്ലാം തരാന്ന് പറഞ്ഞു എനിക്കൊന്നും തരൂലേ? എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞിട്ട് ഒരു 5 പവന്റെ മാല ഈ കഴുത്തിലിട്ട് വരും. 5 പവന്റെ മാല കിടക്കേണ്ട കഴുത്തല്ലായിരുന്നു. ഒക്കളി പിന്നുവിന്റെ മോനെ കൊണ്ട് കെട്ടിച്ചിരുന്നല്ല, മറ്റേ കാളക്കിരുന്ന മൂക്കേറെടുത്ത് നിന്റെ കഴുത്തേരാ നിന്റെ അമ്മ കെട്ടിക്കാൻ. ആ ചോക്ലി പിന്നുവിനെ വിളിച്ച് പറയണം, അല്ലെ ആ പെങ്കുച്ച് അവന്റെ തലയിലായി പോകും. ഇതല്ലേ നല്ലത്. അങ്കിളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാ നിനക്ക് വേണ്ട? എന്തുവാ നിനക്ക്? അങ്കിൾ ആദ്യം പറഞ്ഞു അവള് തിയേറ്ററിൽ പോവും, പുക വലിക്കും, പിന്നെ വേറെ ഏതൊരു പയ്യനായിട്ട് കമ്പനി ഉണ്ട്. ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ? സ്വന്തം തന്ത ഒരു മോളെ കുറിച്ച് അങ്ങനെ പറയൂ? അല്ല ജോക്കാണ് മിസ്റ്റർ. ഞാൻ ജോക്കടിയുടെ ആളാണ്. ഞാൻ അടിക്കുന്ന ജോക്ക് അടിക്കും, ഇടുന്നെങ്കിൽ ജോക്ക് ഇടും. അങ്ങനെ തൊട്ടാണ് ഞാൻ. ഇതിപ്പോ ഇന്ന് പാളിപ്പോയി. അല്ല ഞാൻ ചോദിച്ചോട്ടെ, സത്യത്തിൽ അങ്കിൾ മാളുവിന്റെ അച്ഛൻ തന്നെ ആണോ? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ ചെറുക്കൻ എടുത്തിട്ട് തന്നേക്കണം. ഇപ്പൊ നീ ഇതിലേതെങ്കിലും എന്തോടും? അതെ ശരി, അങ്കിൾ പറഞ്ഞ സത്യമാണെന്ന് സത്യം ചെയ്തു തരാമോ? ഏത് അങ്കിള് ഇവളിങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞ സത്യം? എന്റെ ചിറ്റപ്പൻ്റെ കൂടെ ഒളിപ്പിച്ചോടി പോയ എന്റെ 2ാം അമ്മയാണ് സത്യം. അങ്ങനെ ഞങ്ങൾ അത്ര ഫാമിലിയാണ് ഞങ്ങൾ. അങ്ങനെ പക്ഷെ അങ്കിള് പറഞ്ഞോണ്ട് എനിക്കെല്ലാം വിശ്വാസമായി പോയായിരുന്നേ. എന്റെ പൊന്നെ കൊച്ച വിഷയമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. ഉറപ്പല്ലേ? ഉറപ്പെന്ന്. ഓക്കെ, നീ ധൈര്യമായിട്ട് നില്ലടാ. നിങ്ങൾ വെറുതെ ആങ്ങളെ വിളിക്കല്ലേ? അവനെ വിളിച്ച 2 വർത്താനം ഞാൻ പറയില്ല. വിളിക്കല്ലേ? പിന്നെ 10ാം ക്ലാസ് പോയിട്ട് പെയിന്റ് അടിക്കാൻ അവന് കൂടെ. എടാ ചോക്ലിയേ, എടാ നിന്റെ ചെറുക്കനെ നീ വേറെ വല്ലത്തും കൊണ്ടുപോകാൻ കേട്ടടാ. വേറെ വല്ല പെമ്പിളാരെ കൊണ്ട് കെട്ടിയില്ല. എടാ നടേച്ചൻ മോലാരുടെ മോനുമായിട്ട് ഞങ്ങളിപ്പോൾ കല്യാണം ഉറപ്പിച്ച് മാളുവിൻ്റെ അളിയനോട് അതങ്ങ് തീരുമാനിച്ചു. ഇനി മേലാൽ പണക്കാരുടെ ഫോണിലോട്ട് അങ്ങനെ നീ വിളിക്കാം കേട്ടടാ. നിനക്ക് എന്തുവാണ് ഇത്ര പണക്കാരുടെ ഫോണിലോട്ട് വിളി? തീർത്തല്ല അത് ഞാൻ പണിയാൻ കൊടുക്കുക. അങ്കിളെ മോനെ റെഡിയായി. എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. ഇതിന്റെ കൊച്ച വിഷയമില്ലെന്ന് ഞാൻ ഒരു മാറ്റം വരരുത് ഇല്ലെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്കിളിനെ വിശ്വസിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ കലാശാല ബാബുന്റെ മുഖത്തിന് ഉമ്മ ഇരട്ടെ ഞാൻ. എനിക്ക് അത്ര നോക്കിയേ എന്നെ നോക്കിയേ. കലാശാല ബാബുവിന്റെ ആജംബിതയെ കൂടെ ഒരു തകർക്കം നടന്നു. എന്തൊരു വിളി? ചൊക്ലി വിളിക്കുന്നു. ചൊക്ലി പിന്നു എന്റെ ആങ്ങള. എടാ ചൊക്ലിയേ, നിനക്ക് എന്തുവാടാ ഈ പണക്കാരുടെ ഫോണിനകത്തോട്ട് ഇത്ര കിടന്ന വിളി? എന്തുവാ നിനക്ക്? എന്തുവാ? അല്ല ഓക്കെ. എന്ത് പറ്റി? ഓക്കെ എന്ത് പറ്റി? ഞാനിപ്പോ ചാവേ. എന്ത് പറ്റിയെന്ന് പറ. ഞാനിപ്പോ ചാവേ. അണ്ണ എന്ത് പറ്റി?
പറ്റിയെന്ന് പറ. പൊളിയോടെ പൊളിഞ്ഞു അണ്ണാ നിങ്ങൾക്ക് എന്ത് പറ്റി അത് പറ. സംഭവം ഉറപ്പിച്ചല്ലോ. ചുക്ലിമിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ മോഞ്ഞവൻ ആ ചെറുക്കനോട് അത് പറഞ്ഞെന്ന്. എന്നിട്ട് ആ വാസിക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ മാളൂസിനെ കൊണ്ട് അവൻ പോയി ഏതോ ഒരു അമ്പലത്തിൽ ചെന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എല്ലാം കൂടെ എനിക്കറിയാമല്ലോ ഉണ്ടാക്കിച്ച് വീട്ടിൽ കൊണ്ട് വിളിച്ച് നിർത്തിയേക്കണത്. അയ്യോ എനിക്ക് വയ്യേ. അങ്ങനെ എന്താ പറ്റിയേ? ഇല്ലല്ലോ ഒന്നുമില്ല മക്കളെ. പറ, എന്നോട് പറ. ഒന്നുമില്ലടാ. നീ പൊട്ടന് ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ ആ അടിച്ച ലോട്ടറി എവളും എവിടാങ്ങളാ ചൊക്കളി പിന്നെയും കൂടെ വലിച്ചങ്ങ് കീറി. അണ്ണാ ഉഷേ നിനക്കിന്ന് ഓണം